കിടപ്പ് കണ്ട ഒരാളെന്നെ ഒറ്റക്ക് കിടത്തി ഇന്നലെ രാത്രി. നല്ല സുഖം. ഒറ്റക്ക് കിടക്കണമെങ്കിൽ ട്രിപ്പ് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അതിൻ്റെ ഒപ്പം ബണ്ണിൻ്റെ ഒപ്പം സ്വാഗതം. രാവിലെ ബണ്ണൊക്കെ അല്ലേ, നമുക്ക് ലഘു ഭക്ഷണങ്ങളാണ് യാത്രയിൽ നല്ലത്, അല്ലെങ്കിൽ വയറ് ആശാൻ പണിയുണ്ടാക്കും, ഗ്യാസൊക്കെ കയറും. ഇന്നിപ്പോൾ ഗ്ലെൻകോയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഐൽ ഓഫ് സ്കൈ ഇന്നലെ നമ്മൾ പോയി ഒരുവിധമൊക്കെ കണ്ടെല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ച് ഐൽ ഓഫ് സ്കൈയിലേക്ക് പോകണമെങ്കിൽ 3 മണിക്കൂർ യാത്ര ചെയ്യണം. 3 മണിക്കൂർ യാത്ര ചെയ്യണതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്ര അങ്ങോട്ട്. പിന്നെ അങ്ങോട്ട് റോഡ് നാരോ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടിച്ചെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ അങ്ങോട്ടുള്ള യാത്ര നിർത്തി. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത്, ആദ്യം പോകാൻ പോണത് നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, എന്താ പറയണ, അതിൻ്റെ ജാക്കോബൈറ്റ് സ്റ്റീം ട്രെയിൻ. അത് ഇവിടുത്തെ വില്യം ഫോർട്ട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്നാണ് രാവിലെ 10:15 പുറപ്പെടുന്നത്. അപ്പോൾ ഇപ്പം മണി 8:38 ഞങ്ങളൊരു 9:30 ഇറങ്ങിയാൽ ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ ഇന്ന് പോകാൻ പോണ ലൊക്കേഷൻസൊക്കെ വളരെ അടുത്തടുത്താണ്. ഒന്ന് അവിടെ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ട്രെയിൻ തന്നെ നേരെ എങ്ങനെയാണ് നമ്മുടെ ഗ്ലെൻഫിനൻ വയാഡക്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടി പോകുന്നുണ്ട്. അതും നമ്മുടെ ഹാരി പോട്ടറിൻ്റെ എന്താ മൂവിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കാണണം. അപ്പോൾ 2 ലൊക്കേഷനായി. പിന്നെ ഉള്ളത് ഒരു പ്രത്യേക ടൈപ്പ് ഇതിങ്ങനെ കൊമ്പ് വെച്ചൊരു കൗണ്ട്, അതായത് പശു, ഹൈലാൻഡ്സ് കൗ എന്നാണ് അതിന് പറയണത്. അതും ഇവിടെ ഒരു കൗ ഹിൽ എന്ന് പറഞ്ഞൊരു ഏരിയയിലുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അത് കാണാൻ പറ്റുമെന്ന്, പക്ഷേ നമ്മൾ പോയി നോക്കാം. കാരണം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതലെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ഒരു 3 വാട്ടേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ സ്റ്റെൽറ്റ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാം ചെറിയൊരു വാട്ടർഫോൾസുകളാണ്, വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ ഇതിൻ്റെ തുമ്പത്ത് കെട്ടാൻ പറ്റില്ല. സോറി, അങ്ങനെയല്ലല്ലോ, അതിൻ്റെ തുമ്പത്ത് കെട്ടാൻ പറ്റില്ല. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണിച്ച് ഇവിടെ സായിപ്പന്മാരെ കാണിച്ചാൽ അവർ സീൻ ടെർബോ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് ബണ്ണ് കഴിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യം ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താമസിച്ച ഈ കോട്ടേജിൻ്റെ പേരാണ് കാണുന്നത്, ലോക്ക് 11 ഷാലറ്റ്സ് എന്ന്. ലോക്ക് 11 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുഴേനെ കേട്ടോ പറയണത്, ലോക്ക് 11. അപ്പോൾ ഷാലറ്റ്സ് ഇവരുടെ വീടാണ് ഈ കാണുന്നത്, കണ്ടോ, ക്യാമസ്ന ഹെറിദി എന്നൊക്കെ പറഞ്ഞ് അത് അവരുടെ വീട്ടും പേരാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നല്ലൊരു അടിപൊളി റോഡുണ്ട് ഇവിടെ നിന്ന്. നമ്മൾ പോകാൻ പോണത് അങ്ങോട്ടാണ്. ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നേരെ ഒരു പാലം ക്രോസ് ചെയ്ത് നമുക്ക് ആ മലയുടെ വശത്തുള്ള വില്ലേജിലേക്ക് പോകാം. ഇതൊരു വില്ലേജ് ഏരിയ ആണ് കേട്ടോ ഇത് കംപ്ലീറ്റ്ലി. ഗൈസ്, നമ്മൾ ഓടിപ്പടച്ച് അവസാനം ഹാരി പോട്ടറിൻ്റെ ആ ട്രെയിനിലെത്തിയിരിക്കുന്നത്. ഇതാണ് ജാക്കോബൈറ്റ് ട്രെയിൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത്, നമുക്ക് ഭയങ്കര ലക്കുണ്ട്. നോക്കി 10:16 കറക്റ്റ് 10:15 ഫോർട്ട് വില്യം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെടും. ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, ഓടി എവിടെയെങ്കിലും കാറോ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഓടി പ്ലാറ്റ്ഫോം 2 ഓടി കയറി ഇങ്ങോട്ട് വന്നാൽ മതി. യാതൊരു പ്രശ്നമൊന്നുമില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റുള്ളൊന്നുമില്ല. അടിപൊളിയാണ്. ആ ട്രെയിൻ പോണ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ സത്യം പറഞ്ഞ സൗണ്ട്, ആ ഒരു സിനിമയിൽ കാണുന്ന അതേ ഫീല്. ആ സ്റ്റീം എഞ്ചിൻ്റെ പുകയൊക്കെ പോകുമ്പോൾ പൊളി, ഒന്നും പറയാനില്ല. പുക ഉയർന്നോണ്ടിരിക്കുള്ളൂ ഗൈസ്. അപ്പം നമ്മളിതിൻ്റെ വേറൊരു കാഴ്ച കാണാൻ ഗ്ലെൻഫിനൻ വയാഡക്റ്റിൽ പോകും. പക്ഷേ അവിടെ എത്തണത് 3:35 കണ്ടാണ് ടൈം. നമുക്കത് ടിക്കറ്റ് കൗണ്ടറിലൊന്ന് എൻക്വയറി ചെയ്തേക്കാം. എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ വന്നാലും. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അതിന് സമയം. ഏതായാലും നമുക്കിവിടെ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് കിടക്കാൻ വന്നവരല്ലേ. ചില സമയങ്ങളിലൊക്കെ ഈ ട്രെയിൻ ക്യാൻസൽ ആകാറുണ്ട്. നമ്മളുടെ ഒപ്പം ലക്കുള്ളത് കൊണ്ടും ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടും നമുക്കത് കാണാൻ പറ്റും. ഞങ്ങളെ ഇവിടെ വണ്ടി ഓടിച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു വാട്ടർഫോൾസിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ലൊരു ഹിൽ വ്യൂ
സൈഡിൽ കൂടി ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ആ സൈഡിൽ കൂടിയൊക്കെ ഒഴുകുന്നുണ്ട്. നമുക്കതിൻ്റെ കാഹളം ഇവിടെ ഇരുന്ന് കേൾക്കാം. ശരിക്കും വ്യൂ ഒന്ന് എല്ലാവരും കണ്ടു നോക്കും. രസം നോക്കി ഗായ്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റെൽത്ത് വാട്ടർഫോൾസിലാണ്. പക്ഷെ ഇതല്ല, കുറച്ച് നടക്കാനുണ്ട്. ഇത് അതിൻ്റെ ഭാഗമായിട്ട് ഒഴുകി തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊരു ബേസ് പോയിന്റ് എന്ന് പറയാം. ഇനി കുറച്ചുകൂടെ നടക്കണം. നടന്നാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് കാണാനൊക്കെ പറ്റും. പക്ഷെ ഇത് തന്നെ അടിപൊളിയാണ്. നമുക്ക് സൂപ്പർ കാണാം. ആരൊക്കെയോ മൂത്ര വെച്ച് വിടണ്ടോ. ആദ്യമായിട്ട് ഒരാളെ എക്സ്പ്രഷനൊക്കെ ട്രക്ക് ചെയ്യണതാണ്. സാധാരണ എല്ലാവരും ട്രക്ക് ചെയ്യുമ്പോ ഇങ്ങനെയല്ലേ. അമലയുടെ വീഡിയോ എടുക്കാൻ നേരത്തെ അമല അങ്ങനെ ട്രക്ക് ചെയ്യുന്നു. പിന്നെ വീഡിയോയിൽ നല്ലോണം കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. സൗണ്ട് കേട്ട ഗൈസ്. ഇനി എത്ര നേരം പോകാനുണ്ടെന്നാവോ. ഇങ്ങേരോ ഉഷാറോടെ പോകുന്നുണ്ട്. ഞാൻ കതച്ച് ഒരു വഴിയായി. ഓ, ഇതാണ് സംഭവം. ആ കാണുന്നതാണ് അതിൻ്റെ മീറ്റിംഗ്, 3 വാട്ടേഴ്സിൻ്റെ മീറ്റിംഗ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് എൻ്റെ ഒരു ജോയിനിങ് കാണാൻ വേണ്ടി ഇവിടം വരെ എത്തിയതാണ് നമ്മൾ. വേറൊന്നുമില്ല, ഇതുവരെ ഉള്ളൂ. ഈ 3 വെള്ളച്ചാട്ടം ഇവിടെ വന്ന് സംഗമിക്കുന്നു. എന്നിട്ട് അത് അതിൻ്റെ ഇഷ്ടത്താലെ ഒഴുകുന്നു. അതാണ് സംഭവങ്ങൾ. അതെ, അത് കാണാൻ വേണ്ടി മലയാറ്റൂർ മല കയറുന്ന പോലെ ഇവിടം വരെ എന്നെ കയറ്റിച്ചു കൊണ്ടുവന്നു. താഴോട്ട് കാണിച്ചത് ഇതാണ് രസം. വെള്ളം അത്ര ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗ്ലെൻഫിനൻ വയഡക്റ്റിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജാക്കോബൈറ്റ് സ്റ്റീം ട്രെയിൻ വരുന്ന പാസ് ചെയ്ത് പോകണ ആ ഡക്റ്റ് ബ്രിഡ്ജ് ഉണ്ട്. അതാണ് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഹാരി പോട്ടറിൻ്റെ മറ്റേ സ്റ്റീം ട്രെയിൻ വരണേണ്. സൗണ്ട് കേൾക്കുന്നുണ്ട്. കറക്റ്റ് 3:15 വന്നുകൊണ്ടിരിക്കണേന്ന് തോന്നുന്നു. എല്ലാവരും എഴുന്നേറ്റൊക്കെ കണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ സൈഡിൽ കണ്ടോ, അവിടെ ഉണ്ട് ആൾക്കാർ. ഈ സൈഡിലുണ്ട്, താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും നിൽക്കണേണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഇതിലെ ക്രോസ് ചെയ്യുമ്പോൾ ചെറുപറ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് അയക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക. ഗൈസ്, ട്രിപ്പൊക്കെ പോയി തിരിച്ചെത്തി. ഇപ്പം എത്തിയോളൂ അങ്ങോട്ട്. രാത്രി ആയിട്ടില്ല, ഒരു 8 മണിയുടെ കാലാവസ്ഥയാണ് ഇപ്പം നിങ്ങൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മർ ആയതുകൊണ്ട് അതാണ് സംഭവം ഇവിടെ ഇപ്പം. അപ്പോൾ ട്രിപ്പ് പൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഐൽ ഓഫ് സ്കൈ പോയി, ഗ്ലെൻകോയ് പോയി. അവിടെ 2 ഇടത്തും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങൾ 2 ദിവസമാണ് ഈ ട്രിപ്പ് എടുത്തേച്ചത്. പക്ഷേ 2 ദിവസം ഞങ്ങൾ മാക്സിമം ഞങ്ങളെ കൊണ്ടാവുന്ന കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നണില്ല ഐൽ ഓഫ് സ്കൈ പോയി ഇനി ഞങ്ങൾ 2ാമത് കാഴ്ച ഒരെണ്ണം കാണേണ്ട വരുമെന്ന്. അപ്പം അങ്ങനെ വല്ല കാഴ്ചകൾ ആർക്കെങ്കിലും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, നമുക്കൊന്നും കൂടി പോവാം. എന്നാൽ അതും വിടണ്ടല്ലോ, ഞങ്ങൾ മിസ് ചെയ്തത് അല്ലോ. ബാക്കി ഞങ്ങളുടെ ഹാരി പോട്ടറിൻ്റെ സ്റ്റീം ഓൺ ചെയ്യണ സംഭവം കണ്ടില്ലേ, ഞാനത് ആരുടെയും വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടില്ല.
എൻ്റെ വീഡിയോ നല്ലതാണെന്നല്ല പറയണത്, പക്ഷെ ഞങ്ങൾ മാക്സിമം ഓടിപ്പടച്ച് എത്തി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അതൊക്കെ. പിന്നെ അവിടെ പോയി കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് തന്നു, ഇവിടെ വയഡക്റ്റിൽ ഗ്ലൻഫിനിൽ. അത് കുറച്ച് നേരം നേരത്തെ ഞങ്ങൾ എത്തിയോണ്ട് കുറച്ച് നേരം നിൽക്കണ്ട. പ്രാണിയുടെ ശല്യം ഉണ്ടാവട്ടെ. ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തരാം. എല്ലാവരും ഒരു ഫുൾ കൈ ഷർട്ടോ അല്ലെങ്കിൽ ബനിയാനോ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് ഇട്ടുണ്ടോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണത് നല്ലതാണ്. ഒരു ചെറിയൊരു പ്രാണിയുണ്ട്, അത് മേത്ത് വന്നിരിക്കുമ്പോൾ ചൊറിച്ചിലാണ് നമുക്ക്. അത് ശരിക്കും ഒരു അസഹനീയമായൊരു ചൊറിച്ചിലാണ്, ചെറുതാണെങ്കിലും. അപ്പോൾ അത് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഒരു ഫുൾ കൈ, ഞാനിപ്പോൾ ഈ ഒരു ഹാഫ് കൈ ഇട്ടുകൊണ്ടും ഫുൾ കൈ ഇടാത്തവർക്കും മുഖത്തൊക്കെ വന്നിരിക്കും ഇങ്ങനെ കുഞ്ചിക്കൊക്കെ. അതൊന്നും കാര്യമില്ല, എന്നാലും മാക്സിമം പ്രൊട്ടക്ഷൻ ചെയ്യാം. അപ്പോൾ അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ക്യാമറമാൻ ഇവിടെ ഇരിക്കണോണ്ട് ക്യാമറമാനെ പൊക്കി നന്നായിട്ട് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ക്യാമറമാൻ്റെ വീഡിയോ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ എടുക്കുന്ന വീഡിയോനെക്കാട്ടും നല്ലതാണെങ്കിൽ ഇത് തന്നെ എൻ്റെ ക്യാമറമാൻ. 10 പൈസ ചിലവില്ലല്ലോ, ഫ്രീ അല്ലേ. അപ്പോൾ ഈ ക്യാമറമാൻ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്കും. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇതിൽ കാണുന്നവരെയും ബൈ ബൈ.